എന്നാണ് വീടും കൂടിയും വൃത്തിയാക്കി തന്നാണ് കാര്യം പൊടി പാറിയത് കാണുന്നത്. മിറ്റം വൃത്തിയില്ലെങ്കിൽ പിന്നെ വീട് ഒരു വൃത്തി ഉണ്ടാവില്ല. ഞാൻ അഞ്ചോളം തുടക്കല പണി എനിക്ക് മാച്ചിയും തുടക്കുന്നത് എന്റെ കൈമെന്ന് വെക്കുന്നില്ല. ഇപ്പൊ ഇതുണ്ടല്ലോ ലേശം വെള്ളം നനച്ചു നോക്കുക. രാവിലെ ഞാൻ വെള്ളം നനച്ചു. ഓഹോ വിഷുവിന്റെ കോള് കൊണ്ടുവന്നല്ല. എന്നാ പിന്നെ ഞാൻ കിടന്നുറങ്ങണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ല പൊട്ടിയിട്ട് നമ്മള് ബാക്കിയായത് വീടൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കണ്ട അതാ ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മിഷൻ കല്ല് വെച്ചിട്ട് ആ തോട്ടത്തിൽ നിന്നാണ് എവിടേക്കാ പോയി നിന്ന് അറിയില്ല. തൈരെ മേലെ കയറിയിട്ട് ഇപ്രാവശ്യം എന്നാണ് എന്നാ പരിപാടി എന്നാണ് ഇപ്രാവശ്യം വീട് വലിയ കൊണ്ടുവരുന്നുണ്ടല്ലോ. വീടെല്ലാം പൊട്ടിക്കേണ്ട പരിപാടി ഞാൻ അല്ല വിഷുവായ ഇപ്പഴേ വാങ്ങിക്കോട്ടെ. എന്തിന്റെ പൈസ ഇട്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ തന്നൂടെ. എന്നാ പിന്നെ വാങ്ങിയാ പോരെ. ഇപ്പഴേ പോലെ സാധനം കൊണ്ടുവരുന്ന നേടെ വെച്ച് പൊട്ടിക്കാനാണ്. ആ മറ്റേതായിരിക്കണേ ആ കുഴിച്ചിട്ടിട്ട് പൊട്ടിക്കുന്നത് ബോംബാണ്. ഇവർക്കല്ലേ അറിയാം, നമുക്കറിയാതെങ്കിലും പൈസ ഉണ്ടാവുക. ഒരു പൊട്ടാസാരം മേടിച്ചാ അല്ലെങ്കിൽ കാന്താരി അല്ല പിള്ളേർക്കൊരു സന്തോഷം. ഇനിയിപ്പോ ഒരല് പോലത്തെ സാധനം കൊണ്ടിട്ട് മിഷൻ കല്ലെടുത്ത് താഴെ കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചു. എൻ്റെ അമ്മേ ഉഷരുണ്ടാവില്ല. പറയൊന്നും വേണ്ട. നീ പറഞ്ഞിട്ട് പിന്നെ അതിന് ഇതാക്കണ്ട. അമ്മയ്ക്ക് മുൻപൊന്നും വേണ്ട. അല്ല ഞാൻ പറയുന്നതാണ്. പിന്നെ നിങ്ങൾ കേട്ടോ വയ്യ 2 ദിവസം കഴിയുമ്പോ ഇനി മിണ്ടാനും നിൽക്കണ്ട. എത്രയായിരുന്നു പൈസ? വെടിയല്ലേ? ആ വെടിയാണ്. പിന്നെ ഖജനാക്കുറ്റി കുടിതപ്പറമ്പിലൊക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെ. നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നേ വെടി ഇത് നിങ്ങളെ കുഴൽക്കിണറിന്റെ ഈശ്വര അതിന്റെ മോട്ടർ ഞാൻ അണക്കിൽ അറിയില്ലല്ലോ ഈശ്വര. ഞാൻ വിചാരിച്ചും വെടിയാണ് വലിയ തെര പോലെ മുന്നിലേ കൊണ്ടുവരുന്നില്ല. ഞാനും അതുകൊണ്ട് അപ്പാട് പറഞ്ഞിന് ഈ പ്രാവശ്യം വെടി വാങ്ങുന്നില്ല. വാങ്ങണ്ട. അതാ നല്ലേ. എന്നാ നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാല. ഇത് പേടിച്ചിട്ട് നിൽക്കാനേ ഉണ്ടാവില്ല. പണ്ടെടുക്കാ വീടിന്റെ വെടി പൊടിച്ചു ആ സാധനം പറവറപ്പായിനെ. എന്തോ ഭാഗ്യത്തിന് നമ്മളെല്ലാം ബാക്കിയായി. അതുകൊണ്ട് ഞാനൊക്കെ എപ്പം പേടിയാണ് വെടി പൊട്ടിക്കുന്നത്. വെടി വാങ്ങണ്ടാന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഉണ്ടാവില്ലപ്പോ.